ഓരോ മനുഷ്യന്റെയും ഭൂമിയിലെ ജനനം എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ഓരോ മനുഷ്യനും ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത് അവൻ്റെ ടാലന്റ് അല്ലെങ്കിൽ അവൻ്റെ സ്കിൽ സെറ്റ്സ് കണ്ടുപിടിച്ച് വളർത്തിയെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാനാണ്, ലോകത്തിന് പകർന്നു കൊടുക്കാനാണ്. അപ്പം ഒന്നാമത്തെ കാര്യം സെൽഫ് ഡിസ്കവറി ആണ്. നമ്മൾ എന്താ അനലൈസ് ചെയ്യേണ്ടത്? എൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും അനലൈസ് ചെയ്യുക, എൻ്റെ പാഷൻ കണ്ടുപിടിക്കുക, അതിൽ ഞാൻ എന്തുമാത്രം വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിഫൈൻ യുവർ നിഷ് എന്ന് പറയും. എന്താണ് നിഷ് എന്ന് പറയുന്നത്? നിഷ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ മറ്റാർക്കും ഇല്ലാത്ത രീതിയിൽ ഒരു വെളിച്ചം. വി ആർ ആക്ച്വലി എ ലൈറ്റ്. നമ്മളൊരു എനർജിയാണ്. ആ എനർജിയെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അതിനെ നമ്മൾ ഒരു വെളിച്ചമായി മാറിക്കൊണ്ട് മറ്റുള്ളവർക്കൊരു വെളിച്ചമായി മാറും. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ വെളിച്ചത്തെ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള രീതിയിൽ ആക്കി തീർക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അപ്പോൾ അതിനൊരു ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയും. സോ നമ്മുടെ നിഷ് എന്ന് പറയുന്നത് അതൊരു ഫ്ലോ സ്റ്റേറ്റ് ആണ്. അത് ചിലപ്പോൾ നമുക്ക് ഒരു ടാലൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പെർഫോമൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പ്രോഡക്റ്റോ സർവീസോ കൊടുക്കുവാനായിട്ടുള്ളൊരു വെളിച്ചമായിരിക്കാം. ഇത് നമുക്കൊരു അൺലിമിറ്റഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. നമ്മുടെ നിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു പ്രോഡക്റ്റോ സർവീസോ ഒരു പെർഫോമൻസോ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ ഡിജിറ്റൽ പെർഫോമൻസോ നൽകുവാനായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട്. അതൊരു അൺലിമിറ്റഡ് വെളിച്ചമാണ്. ആ വെളിച്ചം എന്ന് പറയുന്നത് ഒരു ഫ്ലോ സ്റ്റേറ്റ് ആണ്. ആ ഫ്ലോ സ്റ്റേറ്റിനെ നമുക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മളോട് തന്നെ ഹാവ് ടു തിങ്ക്, വി ഹാവ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക. ആ വെളിച്ചം എന്താണ്? എൻ്റെ ഫ്ലോ സ്റ്റേറ്റ് എന്താണ്? വൺസ് വി ഡിസ്കവർ അവർ ഫ്ലോ സ്റ്റേറ്റ്, വി ഹാവ് ടു റൈറ്റ് ഡൗൺ എ പ്ലാൻ. ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിക്കൊണ്ട് ഈ പറയുന്ന ഫ്ലോ സ്റ്റേറ്റിനെ നമ്മൾ ലോകത്തിന് എപ്രകാരം പ്രയോജനപ്പെടുത്തണമെന്ന് ചിന്തിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതേ ഉദാഹരണങ്ങൾ പറയാണ്. നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടാലന്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്കിൽ ഉണ്ടായിരിക്കാം. ആ സ്കില്ലോ ടാലന്റോ നമ്മളൊരു പ്രോഡക്റ്റ് ആയിട്ടോ സർവീസ് ആയിട്ടോ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അത് ലോകത്തിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും.